ഹലോ, കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ഒരു ദിവസം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തെന്നുള്ളതാണ്. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഡ്രോയിങ് ടൂൾസൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പണിയില്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഷേപ്പ് വരച്ച് ചുമ്മാ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. വെറുതെ ഒരു രസത്തിന് കുറേ ഷേപ്പ് വരച്ച് അതിൽ കളർ ഫിൽ ചെയ്തിരുന്നു. അങ്ങനെ ബോറടിക്കുന്ന ഒരു ദിവസം ഇന്നും സ്റ്റാർട്ടായി. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ഒരുപാട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ക്ലോത്ത്സ് ഉണ്ട്. ആ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് കുറച്ച് പൗച്ച്, അതായത് നമ്മൾ ചുരിദാറും വേറെ ഡ്രസ്സുകളൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന ഒരുപാട് സ്ക്വയർ പീസസ് വെച്ചിട്ട് കുറച്ച് പൗച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പൗച്ചിനുള്ളൊരു ഐഡിയ ആണിത്. നല്ല ഭംഗിയില്ലേ ഈ കോട്ടൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന പൗച്ച് കാണാൻ. ഇതേപോലത്തെ പൗച്ച് ആവശ്യമുള്ളവർ പ്ലീസ് മെസ്സേജ് മീ, ഓക്കെ. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് ഇങ്ങനെ കുറച്ച് പൗച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താ നിങ്ങളുടെ ഐഡിയ? പിന്നെ ബോറടിച്ചിരുന്നപ്പോഴാണ് ശരി അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോന്ന് വിചാരിച്ചത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വിജയുടെ ഒരു തമിഴ് മൂവിയാണ്. മോനില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. അച്ഛന് തമിഴ് മനസ്സിലാവും, അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തമിഴ് മനസ്സിലാവില്ല. പിന്നെ വെറുതെ ഞങ്ങളുടെ കൂടെ കമ്പനിക്ക് വന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് തിയേറ്റർ ഓപ്പൺ ചെയ്തത്. അങ്ങനെ അതിനകത്ത് കയറി. മോനില്ലാത്തതുകൊണ്ട് വിജയൻ്റെ നെയിം എഴുതി കാണിക്കുമ്പോഴൊക്കെയുള്ള ഒരു കയ്യടിയും കൂക്കലൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് ഇരുന്ന് കണ്ടു. ഫസ്റ്റത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇത് മൂവി സ്പോയിലർ ആവുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് വീഡിയോ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ അവിടെ തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുന്ന സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസായിരുന്നു. കുഴപ്പമില്ല. ഞാൻ എന്നാലും ഒരു 3 hours മാക്സിമം എൻജോയ് ചെയ്ത് കണ്ടു സിനിമ. ഓരോ സീൻസും പിന്നെന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷയോടെ കാണാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ ഡാൻസ് പിന്നെ പറയുക വേണ്ട. വിജയ് പിന്നെ 3 പേരും, അതിൽ പ്രഭുദേവ, പ്രശാന്ത്, വിജയ് 3 പേരും നല്ല ഡാൻസ്. അത് സൂപ്പറായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഫസ്റ്റ് സീൻസൊക്കെ കണ്ടപ്പോൾ വിജയനെ എപ്പോൾ കാണുന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും തിയേറ്ററിലിരിക്കുമ്പോൾ വിജയന് മുഖമൊന്നും ശരിക്കും ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. ആ സിനിമ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് ഓട്ടോയിലാണ് തിരിച്ചു വന്നത്. ഇവിടെ വിനായക ചതുർത്ഥിയുടെ ഫെസ്റ്റിവലിൻ്റെ ആഘോഷമായതുകൊണ്ട് റോഡിൻ്റെ 2 സൈഡും ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓട്ടോയിൽ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ജോലി കഴിഞ്ഞ് വരുന്ന ഒരു 7 മണിക്ക് ശേഷം ഒരു 6-6:30 7 മണിക്കൊക്കെ ഈ റോഡ് സൈഡിലൂടെ ഓട്ടോയിൽ പോകാൻ നല്ല രസമാണ് കേട്ടോ. റോഡിൻ്റെ 2 സൈഡും ഫുള്ള് ലൈറ്റായിട്ട്. അത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം, ഒറ്റയ്ക്ക് വരണം, അപ്പോഴാണ് നല്ല രസം. 2 സൈഡും തുണിക്കടകളും അവരുടെ ഡിസ്പ്ലേയും പിന്നെ കുറേ ലൈറ്റ്സും 2 സൈഡും നിറയെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വരെയുള്ളൊരു സമയം ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.